അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി, നമുക്ക് കഴിക്കാം. ചോറെടുത്തു, അവിയൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അവിയൽ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒരു ഐറ്റമാണ് അവിയലെടുത്തു. ഇന്നലത്തെ ഫ്രൈഡ് മത്തിൻ്റെ ചാളയാണ്, നാടൻ ചാളയാണ്, അത് മുളകിട്ടത്. പിന്നെ മാങ്ങാച്ചാറ് ഇന്നലെ വാങ്ങിച്ചതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതാണ്. ഉള്ളി ചതച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ തീർക്കണം, ഇല്ലെങ്കിൽ പിന്നെ നാളെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റിന് ശകലം വ്യത്യാസമൊക്കെ വരും. അതുകൊണ്ട് പച്ചമുളക്, ഇഞ്ചി ചേർത്തില്ല, പച്ചമുളകും കറിവേപ്പിലയും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അവിയലാണ് ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാ പച്ചക്കറികളും ഉണ്ടായതിന് പെട്ടെന്ന് തന്നെ അവിയൽ വെച്ചു. ബാക്കി പച്ചക്കറികളൊക്കെ എല്ലാം ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചു. നാളെ മുതൽ സാമ്പാറോ അവിയലോ കൂട്ടുകറി, തീയൽ, തോരൻ, മെഴുക്കടി എന്ത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. പ്രഷർ കുക്കറിലല്ല വെച്ചത്, ചട്ടിയിലാണ് വെച്ചത്. ചേന മാത്രം അത്രയും വെന്തില്ല, എങ്കിലും വെന്തു. ബാക്കി കായും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി വരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുക, സന്തോഷമായിരിക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കാണാം. അവിയലാണ് സ്പെഷ്യൽ, അവിയലുണ്ടാക്കി. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത മത്തി, നാടൻ ചാളയാണ്, അത് മുളകിട്ടത്. പച്ചമോര്, പിന്നെ നമ്മുടെ മാങ്ങ അച്ചാർ. അപ്പം ഇത്രയും കൂട്ടിയാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നത്. വെജിറ്റബിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മുടെ അവിയലിൻ്റെ പീസസാണിത്. അത് മലയാളം പച്ചക്കറികൾ, ഇതൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഊട്ടി പച്ചക്കറികൾ എല്ലാം ഉണ്ട്. ഇനി ഏതൊക്കെ ഐറ്റംസ് എന്തൊക്കെയാണോ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. അപ്പം ഇന്ന് ഉച്ചക്കത്തെ വിഭവത്തിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതിലും അവിയലാണ്. പച്ചക്കറി ഫ്രഷായിട്ട് കിട്ടുന്നതിൽ ഒരു അവിയലുണ്ടാക്കാം. അപ്പോൾ ശരി, നമുക്ക് അവിയലിലേക്ക് പ്രവേശിക്കാം. വെജിറ്റബിൾ വെച്ച നമ്മുടെ മലയാളം പച്ചക്കറികൾ, അവിയൽ, സാമ്പാർ, പച്ചക്കറികളെല്ലാം തന്നെ ഓരോരോ പാത്രങ്ങളിലാക്കി വെച്ചു. ഇതിനകത്ത് അമരയ്ക്ക, വയലറ്റ് വഴുതനങ്ങ, മത്തങ്ങ, പിന്നെ ഇത് വെള്ളരി, പടവലം, കറിവേപ്പില, പച്ചമുളക്, ഏത്തക്കായ, ഇത് മൂന്നും ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ട്രൈക്കകത്ത് വെക്കാം. ഇംഗ്ലീഷ് പച്ചക്കറികളെല്ലാം തന്നെ ഞാനൊരു പ്ലാസ്റ്റിക് ബാഗിലാക്കി അതൊന്നിച്ചെങ്കിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം അതാതിനനുസരിച്ച് പച്ചക്കറി നമുക്ക് എന്തെങ്കിലും കറികൾ വെക്കാനായിട്ട് ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിരിക്കുന്നതായിട്ട്. അതിൽ ചേനയും ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി കുറച്ച് പച്ചക്കറികളെടുത്ത് അവിയലുണ്ടാക്കി. ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് സാമ്പാർ, ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കണമല്ലോ, തോരൻ, മെഴുക്ക് പറ്റിയും അതിലെല്ലാം കൂടി പച്ചക്കറികൾ ഒക്കെ ക്ലീനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് സൗകര്യം. എല്ലാം ഫ്രിഡ്ജിലോട്ട് അടച്ച്, ഇതിൻ്റെ അടപ്പുകൾ കൊണ്ട് അടച്ച് ഫ്രിഡ്ജിലോട്ട് ആക്കണം. ഇതിൻ്റെ അടപ്പിതാണ്, ഇതിൻ്റെ അടപ്പിത്. അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ഇതെല്ലാം നമ്മൾ തന്നെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ എല്ലാം ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ ഏറെക്കുറെ എല്ലാം ക്ലീനായിട്ടിരിക്കുകയാണ്. ഒരു ദിവസം എന്ത് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് തീരുമാനിച്ചാൽ മതി. ബാക്കി കൊണ്ട് കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടില്ല. പച്ചക്കായ ഒന്നും കുഴപ്പമില്ല, അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് അതൊന്നും ക്ലീനാക്കി വെക്കാനൊക്കത്തില്ല. ബാക്കി ഇതെല്ലാം ഓരോരോ പാത്രങ്ങളിലാക്കി, ഓരോരോ ബോക്സുകളിലാക്കി ഇനി ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പം പച്ചക്കറിയുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു. ഇനി ആവശ്യം പോലെ നമുക്കെടുത്ത് കറികളുണ്ടാക്കാം. ശരി.